അടിപൊളി കുറെ. ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിന്ന് കണ്ണൂരേക്കുള്ളൊരു യാത്രയിലാണ്. ആസ്പയർ പ്രോഗ്രാം, ഫെറോബയുടെ ആസ്പയർ പ്രോഗ്രാം ഇന്ന് കണ്ണൂർ നടക്കുകയാണ്. ടോട്ടലി 5 ഇടങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമിലെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇന്ന് കണ്ണൂരിൽ നടക്കുന്നത്. അപ്പം ഇന്ന് അതിലേക്കുള്ള യാത്രയിലാണ്. അപ്പം മുന്നോട്ട് കുറച്ച് വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ യാത്രകളും ഫെറോബയുടെ ആസ്പയർ പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഒരുപാട് അച്ചീവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് കമ്പനിയിൽ അവിടുന്ന് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റോ പല കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ യാത്രയിൽ ഇന്ന് 4 പേരാണുള്ളത്. നമ്മളെ അഖിൽ സാറുണ്ട്, പിന്നെ ചെയർമാനായിട്ടുള്ള പ്രജി സാറുണ്ട്, പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആള് പ്രദീപ് സാറാണ്, സാറുണ്ട്. 4 പേരാണ് നമ്മളിന്ന് യാത്രയിലുള്ളത്. പ്രജി സാർ, നമ്മളെ ഈ മാസം 5 ഇടങ്ങളിൽ ആസ്പയർ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. ഈ പ്രോഗ്രാമിലൂടെ എന്താണ് കമ്പനി ഒരു പ്ലാനിങ് കാണുന്നത്? എന്താണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കമ്പനി പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് എന്നുള്ളത്, കമ്പനിയുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ വന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അവർക്കൊരു പ്രചോദനം, പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തെ കമ്പനി കാണുന്നു, അതോടൊപ്പം തന്നെ അവരുടെ അച്ചീവ്മെന്റ് പബ്ലിക്കിനേക്കും കൂടി എത്തുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഡിസൈൻ ചെയ്തത്. ആസ്പയർ അച്ചീവേഴ്സ് മീറ്റ് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എല്ലാവരും ഇനിയുള്ള കുറച്ച് സമയം എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം
നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് നമ്മൾ എല്ലാവരും വരുന്നത് അല്ലെ? ശരിയാണല്ലോ? ശരിയാണ്. അപ്പോ നമ്മളിപ്പോ ഈ പ്രശ്നത്തിന്റെ പിന്നാലെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല, ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഇനിയിപ്പോ നാളെ EMI കൊടുക്കാനൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഒരു മാസത്തിന്റെ തുടക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് EMI-കൾ ഉണ്ടാവും. ഈ EMI ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇന്ന് മാറും എന്നുള്ളതാണ്. കാരണം ഫെറോബൈ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 1 വർഷമായി. ഈ 1 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങള് കമ്പനിയുടെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം കോഴിക്കോട് വെച്ച് നടന്ന സമയത്ത് കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഇന്ന് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കമ്പനി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ സംസാരം നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ വിളിക്കാൻ പോകുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള മിസ്റ്റർ ജോർജിഷ് ജോസ് സാറിനെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവരും നല്ല ഫ്രഷ് മൈൻഡ് ആയിട്ടിരിക്കുകയാണല്ലേ? പ്രോഗ്രാമിന്റെ തുടക്കം പ്ലാൻ പ്രസന്റ് ചെയ്തു തരാൻ നമുക്കറിയാം. ഒരു അധ്യാപിക ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. കമ്പനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വരുന്ന വ്യക്തി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശി. അങ്ങനെയുള്ള എത്ര പേരുണ്ട് ഇവിടെ? അടിപൊളി, കുറെ പേരുണ്ടല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഓർഡർ പോയ വിവരം. അപ്പൊ അത്രയും ഈ ഒരു മേഖല വളർന്നിരിക്കുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലം ഏതിന്റെ കാലാണ്? ഇ-കൊമേഴ്സ് എന്നൊരു മേഖലയുടെ കാലഘട്ടമാണ് അല്ലെ? അടുത്തത് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഉൽപാദകരുടെ ഇടയിലെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഈ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇതൊക്കെ ലീഗൽ ആണോ? ഇതൊക്കെ കറക്റ്റ് ആണോ? അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനി ചെയ്താല് നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങുക എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നമ്മളാരാ? കസ്റ്റമേഴ്സ് നമ്മളാണ്. അപ്പൊ വലിയൊരു എന്താ പറയാ ശൃംഖല വഴി ലാസ്റ്റ് ആണ് ആ പ്രൊഡക്റ്റ് നമ്മളെ കൈകളിലേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ ഞാൻ ഒരിക്കലും പറയുന്നത് മാർക്കറ്റിൽ നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അല്ലെ? ഒരു പക്ഷേ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. കമ്പനിയുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ, ഇവിടെ നമ്മൾ ടൂത്ത് പേസ്റ്റ് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചായപ്പൊടി 99 രൂപ, വെറും 93 രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നല്ല തിക്കുള്ള നല്ല ഡിഷ് വാഷ് ആണ്. അതുപോലെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവിൽ പ്രോഡക്റ്റ് കിട്ടുക മാത്രമല്ല വേറെയും ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ലെവൽ 1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇനി നാളുകളിൽ ഇതേപോലെ നിങ്ങൾക്കും ബിസിനസ്, ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തേക്ക് ഈ ബിസിനസ് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്ന് ഈ ഒരു കണ്ണൂരിന്റെ മണ്ണിലേക്ക്, അങ്ങ് കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് ഈ ഒരു കണ്ണൂരിന്റെ മണ്ണിൽ ആ അവസരം നിങ്ങളുടെ മുമ്പിലേക്കുമാണ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് ഈ ഒരു ഹോൾ വിട്ടു പോകുന്ന സമയത്ത് അത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കാം. പക്ഷേ നിങ്ങളുടെ തീരുമാനം. താങ്ക് യു രാഹുൽ, താങ്ക് യു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? മാനേജ്മെന്റ് സൈഡിൽ നിന്ന് തന്നെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള മിസ്റ്റർ പ്രതീഷ് പ്രേമൻ സാറാണ്. സോ വെൽക്കം, പ്ലീസ്. നല്ലൊരു കൈയ്യിൽ എടുക്കുമല്ലോ. മെയ് 6 കമ്പനി ആരംഭിച്ചിട്ട് കമ്പനിയുടെ ആദ്യത്തെ പ്രോഗ്രാമായ EEP എന്റർപ്രൈനേഴ്സ് എലവേറ്റ് പ്രോഗ്രാം ജൂലൈ 12 കണ്ണൂർ വെച്ചിട്ടാണ്. അതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അന്ന് നേടാനായത് ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് നേരത്തെ ജ്യോതി സാർ സൂചിപ്പിച്ചു 23 തലത്തിലേറെ ഹോം ഷോപ്പി സെഗ്മെന്റിൽ നമ്മുടെ പ്രസൻസ് അറിയിച്ചു. കേരളത്തിൽ ഉടനീളം നമ്മുടെ കമ്പനി ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ തമിഴ്നാട്, ബാംഗ്ലൂർ, ഇനി അങ്ങോട്ട് നമ്മുടെ എക്സ്പാൻഷൻ ശമ്പളമുള്ള ജോലി
ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അതിൽ നിന്ന് ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അനിവാര്യമല്ലേ? ഈ ഒരു ഇൻഡസ്ട്രിയെ തിരഞ്ഞെടുക്കാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ ഇൻഡസ്ട്രിയെ തിരഞ്ഞെടുത്തു. ഇന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് റവന്യൂ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, വലിയ നന്ദിയുണ്ട്. മമ്മൂട്ടി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത പോലെ പറയുന്നില്ലേ, നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നലെ ഇത് മനസ്സിലായത് കൊണ്ട്, ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പല മേഖലയിലുള്ള ആളുകളായിട്ട് സംസാരിച്ചത് കൊണ്ട്, ഇത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു അംഗീകാരം കിട്ടുന്ന സമയത്ത് തീർച്ചയായും അവിടെ നമ്മൾ മടി കാണിക്കാൻ പാടില്ല, ഇവിടെ വന്നു നിൽക്കണം. കാരണം നമുക്കറിയാം, ഒരു നാടകവും ഇന്ന് വരെ കർത്തൻ താത്തിയിട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല, ജനങ്ങളാരും കണ്ടിട്ടില്ല. അപ്പൊ നമ്മളെ ആളുകൾ തിരിച്ചറിയണേ, എന്ത് ചെയ്യണം, മുൻനിരയിൽ വന്നു നിൽക്കണം. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലെവൽ 3 അച്ചീവേഴ്സ്. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. എന്റെ കൂടെ വന്നിട്ടുള്ള പല ആളുകളും പല രീതിയിൽ പോവാനും വരാനും ഒക്കെ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഒരു 9 മാസക്കാലം അല്ലെങ്കിൽ 8 മാസക്കാലം കൊണ്ട് എന്ത് ചെയ്തു, കമ്പനിയിൽ ഈ പറയുന്ന രീതിയിൽ 50,000 രൂപയുടെ മേളിൽ വരുമാനം, മന്ത്ലി വരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറാൻ പറ്റി. അടുത്തതായി മുകളിലേക്ക് മാസം മേടിക്കുന്ന രീതിയിൽ ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇതാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു അച്ചീവ്മെന്റ്. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്. വെറുതെ തമാശ കളിക്കാൻ, മനസ്സ് തുറന്ന് കൈയടിക്കാൻ പറ്റാത്ത ആളുകളോട് ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഒരു അച്ചീവ്മെന്റ്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓരോ ലെവൽ 1 ആയിട്ട് എന്ത് ചെയ്യട്ടെ, നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടാതെ അടുത്തതായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ് സമൃദ്ധി എന്ന് പറയുന്നത്. നിലവിൽ അച്ചീവ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഭാഗത്ത് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ അറിയിക്കുകയാണ്. ഇനിയുള്ളത് നമ്മൾക്ക് ഈ മാസം 30-ാം തീയതി വരെയാണ്. ഈ മാസം ചിത്ര ആളുകളെല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം നാളെ നിങ്ങൾക്ക് ഈ കയ്യടി കിട്ടണമെങ്കിൽ ഇന്ന് നിങ്ങൾ കൊടുക്കണം. ഇന്ന് നിങ്ങൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, നാളെ ഇതേപോലെ അംഗീകാരം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയുള്ളൂ. ഓക്കെ, ലെവൽ 2 അടിച്ച ആളുകൾ ഇനി ആരെങ്കിലും ഉണ്ടോ? അവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഫെയറോബയിൽ ആരൊക്കെ എന്തൊക്കെ നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ് ഈ നിൽക്കുന്നവരെല്ലാം. നാളെ ഇതേപോലെ മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ എന്തായാലും എല്ലാ അച്ചീവേഴ്സിനും ഓക്കെ, താങ്ക് യു. അടുത്തത് സെയിൽസ് കോർഡിനേറ്റേഴ്സ് ആണ്. ഹസീന അഷ്റഫ്, സതീഷ് ചന്ദ്രൻ, എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് എനിക്ക് 100% ഉറപ്പാണ്. കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് 36,265 രൂപയാണ്. ബാബു ബി വി ഹൈറുനീസ പി വി.
മനോജ പി, മനോജ പി, ഷീന, ഷീന മേഡം, രാജീവൻ പി, രാജീവൻ സർ, നസീമ എൻ കെ, നസീമ എൻ കെ, വിജയൻ സർ പ്ലീസ് വെൽക്കം. കയ്യടി പോരട്ടോ. ഷീജ എ, ഷീജ മേഡം, മുബഷിറ കെ, മുബഷിറ കെ, മുബഷിറ കെ, ഹരീഷിന്റെ കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് ഫെറോ ബിസിനസ്സിലേക്ക് എത്ര ശതമാനം എഫേർട്ട് ഹരീഷിന്റെ നിർത്തിയിട്ടുണ്ടോ? 60%. നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. സത്യസന്ധമായിട്ട് പറഞ്ഞു. അതായത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ളതിന്റെ 60% ചെയ്തിട്ട് ഹരീഷ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് അല്ലെ? ഇന്നിവിടെ സംസാരിച്ച ലീഡേഴ്സ് ആരാണെങ്കിലും അവര് 100% എഫേർട്ട് ഇവിടെ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ നമ്മുടെ എന്താ പറയാ, പ്രിയ മേഡത്തിന്റെ ഏറ്റവും അഞ്ചരക്കണ്ടിയിലുള്ള അവരുടെ ബ്യൂട്ടി ഷോപ്പിൽ അവര് തന്നെ നിർമ്മിച്ച് അവരവിടെ വരുന്ന കസ്റ്റമർ, അതേപോലെ തന്നെ സുധിമയുടെ തന്നെ നമ്മുടെ അൽവവേര ജെല്ല് അദ്ദേഹത്തിന്റെ ബ്രാൻഡാണ്. അതേപോലെ തന്നെ ഹരീഷ് ഓൾറെഡി പറഞ്ഞു ജോവോയ്സ് പാരീസ് അദ്ദേഹത്തിന്റെ ബ്രാൻഡാണ്. ഇവർക്ക് 3 പേർക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലത് നിങ്ങൾക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അതിന് കമ്പനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ വേണ്ടത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മാർക്കറ്റ് അറിയോ, ഇന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ 111 ദിവസമുണ്ട്. ഇന്നത്തെ ദിവസത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടിയിലേക്ക്